Welcome to new class. For plus 2 chemistry, electrochemistry ഒരു പോർഷൻ ആണ് ഇലക്ട്രോകെമിക്കൽ സീരീസ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്. ഈ ഇലക്ട്രോകെമിക്കൽ സീരീസ് എന്താണെന്നും ആ മെറ്റൽസിന്റെ ഒരു അറേഞ്ച്മെന്റ് ഓർഡർ അറിഞ്ഞാൽ നമുക്ക് ബാക്കി ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഈസി ആയിരിക്കും. സോ വാട്ട് ഈസ് ഇലക്ട്രോകെമിക്കൽ സീരീസ്? Electrochemical series is a series which represents an arrangement of various metal electrodes in the increasing order of their standard reduction potential. ഒരു ഇലക്ട്രോഡിന്റെ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ അനുസരിച്ച് അല്ലെങ്കിൽ അതിന്റെ ഇൻക്രീസിംഗ് ഓർഡറിൽ മെറ്റൽസിനെ അറേഞ്ച് ചെയ്യുന്നതിനാണ് ഇലക്ട്രോകെമിക്കൽ സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ മെറ്റൽസിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്താണെന്ന് നമുക്കറിയാം. ഓരോ മെറ്റൽസിനും ഒരു ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഉണ്ട്. ഒരു മെറ്റല് ഒരു സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്ത് വെക്കുമ്പോൾ ഒന്നുകിൽ ആ മെറ്റൽ ഇലക്ട്രോൺസിനെ നഷ്ടപ്പെടുത്തി ഓക്സിഡേഷൻ സംഭവിക്കും. അപ്പോൾ അവിടെ ഒരു ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാവും. അല്ലെങ്കിൽ മെറ്റൽ ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുന്നു, അപ്പോൾ അവിടെ റിഡക്ഷൻ ആണ് സംഭവിക്കുന്നത്. അങ്ങനെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാവുന്നു. അപ്പോൾ എങ്ങനെയായാലും ഒരു മെറ്റല് എപ്പോഴും അതിന്റെ സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്ത് വെക്കുമ്പോൾ അവിടെ ഒരു ഓക്സിഡേഷൻ അല്ലെങ്കിൽ റിഡക്ഷൻ നടക്കാനുള്ള സാധ്യതയുണ്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഇലക്ട്രോഡ് പൊട്ടൻഷ്യലും ഉണ്ടാവുന്നു. അപ്പോൾ മെറ്റലിന്റെ ഈ റിഡക്ഷൻ പൊട്ടൻഷ്യൽ അനുസരിച്ച് അവിടെ ഇൻക്രീസിംഗ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുന്നതിനാണ് നമ്മൾ ഇലക്ട്രോകെമിക്കൽ സീരീസ് എന്ന് പറയുന്നത്. ഇതാണ് ഒരു ഇലക്ട്രോകെമിക്കൽ സീരീസിന്റെ അറേഞ്ച്മെന്റ്. പൊട്ടാസ്യം, സോഡിയം, കാൽഷ്യം ഒക്കെ ഉണ്ട്. ഇതിനിടയ്ക്ക് ഒരു H+ കൂടി ഉണ്ട്. ബാക്കി എല്ലാം മെറ്റൽസ് ആണ്. അതിനിടയ്ക്ക് ഒരു H+ ഉണ്ട്. ബാക്കി കോപ്പർ, സിൽവർ, മെർക്കുറി, ഗോൾഡ്. അപ്പൊ ഈ ഒരു ഇലക്ട്രോകെമിക്കൽ സീരീസിൽ ഹൈഡ്രജന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ 0 ആണ്. ബാക്കി ഹൈഡ്രജന് മുകളിലേക്കുള്ള എല്ലാ മെറ്റൽസിനെയും ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നെഗറ്റീവ് വാല്യൂ ആണ്. ഹൈഡ്രജൻ കഴിഞ്ഞ് താഴേക്കുള്ള എല്ലാ മെറ്റൽസിനെയും ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ പോസിറ്റീവ് വാല്യൂ ആണ്. ഈ ഒരു ടേബിളിൽ നമുക്ക് മനസ്സിലാവും. ഇപ്പൊ ഇവിടെ നേരെ തിരിച്ച് എഴുതിയിരിക്കുന്നത് ഹൈഡ്രജൻ ഉണ്ട്. ഹൈഡ്രജന് മുകളിലേക്കുള്ളതാണ് ഈ എഴുതിയിരിക്കുന്നത്. അവരെല്ലാം നെഗറ്റീവ് വാല്യൂ ആണ്. ദെൻ ഹൈഡ്രജൻ കഴിഞ്ഞുള്ള കോപ്പർ, സിൽവർ അതുപോലുള്ള മെറ്റൽസിന്റെ ഒക്കെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എങ്ങനെയാണ്? പോസിറ്റീവ് ആണ്. മെറ്റൽസ് മാത്രമല്ല ഫ്ലൂറിൻ, ക്ലോറിൻ പോലുള്ള അയോൺസും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പൊ മെയിൻലി നമ്മൾ മെറ്റൽസിനെയാണ് ഈ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ബേസ് ചെയ്ത് എഴുതുക. അപ്പൊ ഈ ഒരു ഇലക്ട്രോകെമിക്കൽ സീരീസ് കൊണ്ട് നമുക്ക് എന്താണ് മെച്ചമുള്ളത്? ഇലക്ട്രോകെമിക്കൽ സീരീസ് കൊണ്ട് നമുക്ക് ഏതെങ്കിലും ഒരു സെല്ല് നമ്മൾ എടുക്കുമ്പോൾ ആ സെല്ലിലുള്ള ആനോഡ് ഏതാണ്, കാഥോഡ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ നമുക്ക് ഈ ഇലക്ട്രോകെമിക്കൽ സീരീസ് യൂസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമ്മൾ ഡാനിയൽ സെല്ല് പഠിച്ചിട്ടുണ്ട്. ഡാനിയൽ സെല്ല് ആരൊക്കെയാണുള്ളത്? സിങ്ക് ഡിപ്ഡ് ഇൻ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ ഉണ്ട്. കോപ്പർ ഡിപ്ഡ് ഇൻ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഉണ്ട്. സിങ്കും കോപ്പറും ആണുള്ളത്. അപ്പൊ സിങ്കും കോപ്പറും എടുത്താൽ ഇവിടെ ആര് ആനോഡാവും, ആര് കാഥോഡാവും നമ്മൾ എങ്ങനെ അറിയും? അല്ലെങ്കിൽ സിങ്കും കോപ്പറും ഇപ്പൊ നമുക്ക് കുറച്ചുകൂടി അറിയാവുന്ന രണ്ട് മെറ്റൽസ് ആണ്. ഇനി കോപ്പറും സിൽവറും എടുത്താലോ, അല്ലെങ്കിൽ സിങ്കും ഗോൾഡും എടുത്താലോ, അപ്പൊ ഏത് ആനോഡാവും ഏത് കാഥോഡാവും എന്ന് നമുക്ക് എല്ലാ മെറ്റൽസിനെയും പഠിച്ചു വെക്കാൻ ബുദ്ധിമുട്ടാണ് അല്ലേ? അപ്പൊ നമുക്ക് ഈ ഇലക്ട്രോകെമിക്കൽ സീരീസ് നോക്കിയാൽ എളുപ്പത്തിൽ ആരാണ് ആനോഡാവുന്നത്, അല്ലെങ്കിൽ ആർക്കാണ് ഓക്സിഡേഷൻ നടക്കുന്നത്, ആർക്കാണ് റിഡക്ഷൻ നടക്കുന്നത് കണ്ടുപിടിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ സിങ്കും കോപ്പറും നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇലക്ട്രോകെമിക്കൽ സീരീസ് നോക്കുക. ഇലക്ട്രോകെമിക്കൽ സീരീസിൽ മുകളിൽ ഹൈഡ്രജന് മുകളിൽ അല്ലെങ്കിൽ ഈ സിങ്കും കോപ്പറും വെച്ച് നോക്കുമ്പോൾ ആരാണ് മുകളിൽ വരുന്നത് അവർക്കായിരിക്കും ഓക്സിഡേഷൻ സംഭവിക്കുന്നത്. അപ്പൊ ഇവിടെ സിങ്ക് ആണ് ആനോഡായിട്ട് പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ ഓക്സിഡേഷൻ നടക്കുന്നത്. ഓക്സിഡേഷൻ നടക്കുന്നതാണ് എന്താ ചെയ്യുക? ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത് നമുക്കറിയാം. ഇനി അപ്പോൾ സിങ്കിന് താഴെയാണ് കോപ്പർ ഉള്ളത്. അതുകൊണ്ട് കോപ്പറിന് എന്തായിരിക്കും സംഭവിക്കുന്നത്? റിഡക്ഷൻ ആയിരിക്കും നടക്കുന്നത്. അപ്പോൾ കോപ്പർ ഒരു കാഥോഡായിട്ട് ആക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇതിന്റെ ഈ ഒരു ഇലക്ട്രോകെമിക്കൽ സീരീസിന്റെ ഓർഡർ അറിഞ്ഞാൽ നമുക്ക് ഏത് മെറ്റലിനാണ് ഓക്സിഡേഷൻ സംഭവിക്കുന്നത്, ഏതിനാണ് റിഡക്ഷൻ നടക്കുന്നത്, അല്ലെങ്കിൽ ഏതിനാണ് ഓക്സിഡേഷൻ ഏതിനാണ് റിഡക്ഷൻ സംഭവിക്കുന്നത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ അലുമിനിയം ഉണ്ട്, സിങ്ക് ഉണ്ട്. അലുമിനിയം സിങ്കും കൂടി കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സിങ്കും കോപ്പറും പോലെയാണോ റിയാക്ഷൻ നടക്കുക? അല്ല. എന്ത് സംഭവിക്കും? അലുമിനിയം ആയിരിക്കും ആനോഡായിട്ട് പ്രവർത്തിക്കുക, സിങ്ക് കാഥോഡായിട്ട് പ്രവർത്തിക്കും. കാരണം എന്താണ്? ഇലക്ട്രോകെമിക്കൽ സീരീസിൽ മുകളിലുള്ളത് ആനോഡ് അലുമിനിയം ആണ്, താഴെയുള്ളത് സിങ്ക് ആണ്. ഈ മുകളിലും താഴെയുള്ള നമ്മൾ എന്ത് വെച്ചാൽ പറയുക? ഇതിനാണ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ കുറവ്. ഇപ്പൊ പൊട്ടാസ്യത്തിനേക്കാളും കൂടുതലാണ് സോഡിയത്തിന്, അതിലും കൂടുതലാണ് കാൽഷ്യം, അതിലും കൂടുതലാണ് മഗ്നീഷ്യം. ഇങ്ങനെ കൂടിക്കൂടി വന്നിട്ടാണ് നെഗറ്റീവ് വാല്യൂസ് കൂടിക്കൂടി വന്ന് 0 ആവുന്നതും പിന്നെ 0യിൽ നിന്ന് പോസിറ്റീവ് വാല്യൂസ് കൂടി വരുന്നതും. അപ്പൊ എപ്പോഴും എങ്ങനെ ഇൻക്രീസിംഗ് ഓർഡർ ആണ് താഴേക്ക് വാല്യൂസ് കൂടി വരികയാണ് ചെയ്യുന്നത്. ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിന്റെ വാല്യൂസ് കൂടി വരുന്നു. അപ്പൊ മുകളിലുള്ളവർക്ക് എപ്പോഴും എന്തായിരിക്കും സംഭവിക്കുന്നത്? റിഡക്ഷന്റെ ആ ഒരു ടെൻഡൻസിയാണ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് കാണിക്കുന്നത് അല്ലേ? അപ്പോൾ റിഡക്ഷൻ ഉള്ള ടെൻഡൻസി താഴേക്ക് വരുമ്പോഴാണ് കൂടി വരുന്നത്. അപ്പോൾ മേലിലുള്ളവർക്ക് എപ്പോഴും എന്തായിരിക്കും? ഓക്സിഡേഷൻ ആയിരിക്കും ടെൻഡൻസി കൂടുതൽ. അപ്പോൾ ഏത് രണ്ട് മെറ്റൽസ് തന്നാൽ അവരിൽ ആർക്കാണ് ഓക്സിഡേഷൻ നടക്കുന്നത്, ആരാണ് ആനോഡ് ആവുന്നത് എന്നുള്ള കാര്യം ആനോഡും കാഥോഡും കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഈ ഒരു ഇലക്ട്രോകെമിക്കൽ സീരീസ് യൂസ് ചെയ്യാൻ പറ്റും.
ഇനി അപ്പോൾ ഇലക്ട്രോകെമിക്കൽ സീരീസ് മുഴുവൻ നമ്മൾ കാണാപ്പാഠം പഠിക്കണോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരും. പിന്നെ എക്സാമിന് അധികം ക്വസ്റ്റ്യൻസ് ഇപ്പോൾ കാണാറില്ല, എന്നാൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ അത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷൻ പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. അപ്പോൾ ഇലക്ട്രോകെമിക്കൽ സീരീസ് ആനോഡ് കാഥോഡ് കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. അപ്പോൾ റിയാക്ടിവിറ്റി ഓഫ് മെറ്റൽസ് അറിയാൻ, അതായത് നെഗറ്റീവ് വാല്യൂ ഓഫ് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഉള്ളതിന് എങ്ങനെയായിരിക്കും ഓക്സിഡേഷൻ ആയിരിക്കും സംഭവിക്കുന്നത്. ഹൈഡ്രജന് മേളിലേക്ക് നോക്കുമ്പോൾ, ഹൈഡ്രജൻ വെച്ച് നോക്കുമ്പോൾ ഈ ബാക്കിയുള്ളവർക്കെല്ലാം ഓക്സിഡേഷൻ ആണ് ടെൻഡൻസി കൂടുതൽ, താഴേക്കുള്ളവർക്കെല്ലാം എങ്ങനെയായിരിക്കും റിഡക്ഷൻ ആണ് ടെൻഡൻസി കൂടുതൽ. ഇനി ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ, ഒരു ഗിവൺ മെറ്റൽ മറ്റൊരു മെറ്റലിനെ ഡിസ്പ്ലേസ് ചെയ്യുമോ എന്നറിയാൻ നമുക്ക് ഈ ഒരു ഇലക്ട്രോകെമിക്കൽ സീരീസ് യൂസ് ചെയ്യാൻ പറ്റും. സിമ്പിൾ എക്സാമ്പിൾ, ഇപ്പോൾ മെറ്റൽസ് ഹാവിംഗ് ലോവർ റിഡക്ഷൻ പൊട്ടൻഷ്യൽ വിൽ ഓൾവേസ് ഡിസ്പ്ലേസ് മെറ്റൽസ് ഹാവിംഗ് ഹയർ റിഡക്ഷൻ പൊട്ടൻഷ്യൽ. സിങ്കും കോപ്പറും വെച്ച് നോക്കുമ്പോൾ ആർക്കാണ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതൽ? കോപ്പറിനാണ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതൽ അല്ലേ? സിങ്ക് മേളിലാണ്, കോപ്പർ താഴെയാണ്. അതിനർത്ഥം എന്താ? സിങ്കിന് റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറവാണ്, കോപ്പറിന് കൂടുതലാണ്. അപ്പോൾ ആരെയാണ് ഡിസ്പ്ലേസ് ചെയ്യുന്നത്? റിഡക്ഷൻ പൊട്ടൻഷ്യൽ ലോ വാല്യൂ ഉള്ള കുറഞ്ഞ ആള് കൂടിയ ആളെ ഡിസ്പ്ലേസ് ചെയ്യും. അതായത് സിങ്കിന് കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റും. ടെക്സ്റ്റിൽ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ സിങ്കിന്റെ ഒരു ബോട്ടിലിൽ വെക്കാൻ പറ്റുമോന്ന്. സിങ്കിന്റെ ഒരു ബോട്ടിൽ എടുത്ത് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഇതിനകത്ത് ഒഴിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ സിങ്ക് പാത്രത്തിൽ നമ്മൾ ഒഴിച്ചു വെക്കുന്നു, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കോപ്പർ സൾഫേറ്റിൽ നിന്ന് കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്യാൻ കഴിവുള്ള ആളാണ് നമ്മുടെ സിങ്ക്. അപ്പോൾ കോപ്പർ സൾഫേറ്റിൽ നിന്ന് കോപ്പറൊക്കെ മാറി കുറച്ച് കഴിയുമ്പോൾ ആരവിടെ കയറിയിരിക്കും? സിങ്ക് അവിടെ കയറിയിരിക്കും. അപ്പോൾ കോപ്പർ സൾഫേറ്റ് എടുക്കാൻ വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോപ്പർ സൾഫേറ്റിന് പകരം കിട്ടുന്നത് സിങ്ക് സൾഫേറ്റ് ആയിരിക്കും. കോപ്പർ സൾഫേറ്റിന് പകരം സിങ്ക് സൾഫേറ്റ് കിട്ടിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ ഇക്കാര്യം നമുക്ക് മനസ്സിലാവണമെങ്കിൽ എന്ത് വേണം? ഇലക്ട്രോകെമിക്കൽ സീരീസിൽ നോക്കിയാൽ മതി. ഇലക്ട്രോകെമിക്കൽ സീരീസിൽ മുകളിലുള്ള ആൾ എപ്പോഴും എങ്ങനെയായിരിക്കും? താഴെയുള്ള ആളെ ഡിസ്പ്ലേസ് ചെയ്യും. അപ്പോൾ സിങ്കിന് അയണിനെ ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റുമോ? പറ്റും. സിങ്കിന് ടിന്നിനെ ലെഡിനെ ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റുമോ? പറ്റും. ഇനി കോപ്പറിന് മെർക്കുറിയെ ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റും, കോപ്പറിന് ഗോൾഡിനെ ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? മുകളിലുള്ള മെറ്റലിന് താഴെയുള്ള മെറ്റലിനെ ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റും ഫ്രം സൊല്യൂഷൻ. സിങ്ക് സൾഫേറ്റിന്റെ സൊല്യൂഷൻ ഉണ്ട്, അതിനകത്തേക്ക് അലുമിനിയം വന്നാൽ എന്ത് ചെയ്യും? അലുമിനിയം സിങ്കിനെ മാറ്റിയിട്ട് അവിടെ കയറിയിരിക്കും. അപ്പൊ എപ്പോഴും മുകളിലുള്ള ആൾക്ക് എങ്ങനെയായിരിക്കും? റിയാക്ടിവിറ്റി കൂടുതലായിരിക്കും, അവര് താഴെയുള്ള മെറ്റൽസിനെ ഡിസ്പ്ലേസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ ടെക്സ്റ്റിൽ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടിട്ടുണ്ടാവും, കുറച്ച് മെറ്റൽസ് തന്നിട്ട് അവയെ മറ്റുള്ളവയെ ഡിസ്പ്ലേസ് ചെയ്യുന്ന ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ കൊടുത്തിരിക്കുന്നത് അലുമിനിയം, കോപ്പർ, അയൺ, മഗ്നീഷ്യം, സിങ്ക് ആണ്. അലുമിനിയം ഉണ്ട്, കോപ്പർ ഉണ്ട്, അയൺ ഉണ്ട്, മഗ്നീഷ്യം ഉണ്ട്, സിങ്ക് ഉണ്ട്. ഇവര് മറ്റു മെറ്റൽസിനെ ഡിസ്പ്ലേസ് ചെയ്യുന്ന ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ ഡിസ്പ്ലേസ്മെന്റ് കപ്പാസിറ്റി ഉള്ളത് ആർക്കായിരിക്കും? ഏറ്റവും മേളിലുള്ളതാരോ അയാൾക്ക്. അപ്പൊ മഗ്നീഷ്യം ആയിരിക്കും ഏറ്റവും കൂടുതൽ മറ്റു മെറ്റൽസിനെ ഡിസ്പ്ലേസ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതൽ, പിന്നെ അലുമിനിയം, പിന്നെ സിങ്ക്, പിന്നെ അയൺ, ഏറ്റവും കുറവ് കോപ്പർ. അപ്പൊ ഒറ്റ കാര്യം ഓർത്താൽ മതി, ഇലക്ട്രോകെമിക്കൽ സീരീസിൽ മുകളിലുള്ളവർക്ക് എപ്പോഴും താഴെയുള്ള മെറ്റൽസിനെ ഡിസ്പ്ലേസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടായിരിക്കും. അത് നമ്മൾ കണ്ടുപിടിച്ചത് നമ്മുടെ ഇലക്ട്രോകെമിക്കൽ സീരീസ് വെച്ചിട്ടാണ്. അതുപോലെ തന്നെ ഈ നമ്മുടെ ഇലക്ട്രോകെമിക്കൽ സീരീസിലെ ഹൈഡ്രജന്റെ മുകളിലേക്കുള്ള എല്ലാവർക്കും ഇതിനുള്ള ടെൻഡൻസി ഉണ്ട്, ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. ഇവർക്ക് മറ്റുള്ളവരെ ഡിസ്പ്ലേസ് ചെയ്യാന്ന് പറയുന്നത് പോലെ ഒരു ആസിഡ് എടുക്കുമ്പോൾ ആസിഡിനകത്ത് ഏത് അയോണാണ് ഉള്ളത്? H+ അയോണാണുള്ളത് അല്ലേ? അപ്പൊ ആസിഡിലുള്ള അയോണിനെ ഡിസ്പ്ലേസ് ചെയ്യാൻ H+ന്റെ മുകളിലേക്കുള്ള എല്ലാവർക്കും കഴിവുണ്ട്. നിങ്ങൾ ഹൈസ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, നമ്മളൊരു ടെസ്റ്റ് ട്യൂബ് എടുക്കുന്നു, അതിനകത്തൊരു മഗ്നീഷ്യം റിബണിന്റെ ഒരു കഷ്ണം ഇടുന്നു, ഇതിനകത്തേക്ക് നമ്മൾ കുറച്ച് ആസിഡ് ഒഴിക്കുന്നു, പിന്നെ സംഭവിക്കും ഒരു ഗ്യാസ് ഉണ്ടാവും. ആ ഗ്യാസ് ഏതാണെന്ന് അറിയാൻ വേണ്ടി നമ്മളൊരു ഒരു കത്തുന്ന ഒരു തീപ്പെട്ടി കൊള്ളി ഈ ടെസ്റ്റ് ട്യൂബിന്റെ വായുഭാഗത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പൊ അതൊരു ശബ്ദത്തോടു കൂടി കത്തും അല്ലെ? അതിന് കാരണം എന്താ? ഇവിടെ ഉണ്ടായ ഗ്യാസ് ഹൈഡ്രജൻ ആണ്. മനസ്സിലായോ? ഒരു മെറ്റൽ ഉണ്ട്, മെറ്റലിലേക്ക് നമ്മൾ ആസിഡ് ഒഴിച്ചപ്പോൾ എന്ത് ചെയ്തു? ഹൈഡ്രജൻ ലിബറേറ്റ് ചെയ്തു. അപ്പോൾ ഈ പറയുന്ന മെറ്റൽസ്, ഈ ഹൈഡ്രജന് മുകളിലേക്കുള്ള ഏത് മെറ്റൽസിലേക്കും ആസിഡ് ഒഴിച്ചാൽ എന്ത് സംഭവിക്കും? ഈ മെറ്റൽ എല്ലാവരും ഡിസ്പ്ലേസ് ചെയ്യുന്നവരല്ലേ? ഈ മെറ്റൽ ഹൈഡ്രജനെ ആസിഡിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്യും. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഇലക്ട്രോകെമിക്കൽ സീരീസ് വെച്ചിട്ട് കണ്ടുപിടിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. ഒരു റിയാക്ഷന്റെ സ്പോണ്ടേനിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഒരു സെല്ലിന്റെ EMF നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ സെൽ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആണോ അല്ലെങ്കിൽ അത് നടക്കോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയുന്നത്? EMF ഓഫ് സെല്ല് നെഗറ്റീവ് ആണെങ്കിൽ സെൽ റിയാക്ഷൻ നടക്കില്ല, EMF ഓഫ് സെല്ല് പോസിറ്റീവ് ആണെങ്കിൽ റിയാക്ഷൻ നടക്കും. EMF ഓഫ് സെൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഈ സെൽ ഈസ് ഈക്വൽ ടു ഈ റൈറ്റ് മൈനസ് ഈ ലെഫ്റ്റ് അല്ലെ, അല്ലെങ്കിൽ ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ്. നമുക്ക് കാഥോഡ് ആനോഡ് എങ്ങനെ കണ്ടുപിടിക്കുന്നത് നമ്മൾ പറഞ്ഞു അല്ലെ? കോപ്പറും സിങ്കും ഉണ്ടെങ്കിൽ കോപ്പർ ആണ് ഇലക്ട്രോകെമിക്കൽ സീരീസിൽ താഴെയുള്ളത്, അതുകൊണ്ട് കോപ്പറിന് റിഡക്ഷൻ ആയിരിക്കും നടക്കുന്നത്. ഇനി സിങ്ക് ആണ് ഇലക്ട്രോകെമിക്കൽ സീരീസിൽ മുകളിലുള്ളത്, അതുകൊണ്ട് സിങ്കിന്
ഓക്സിഡേഷൻ ആയിരിക്കും സംഭവിക്കുന്നത്. അപ്പോൾ അത് ആനോഡായിട്ട് പ്രവർത്തിക്കും, കോപ്പർ കാഥോഡായിട്ട് പ്രവർത്തിക്കും. അപ്പോൾ രണ്ടിന്റെയും ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ ഈ സെല്ല് നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഈ സെല്ല് ഈസ് ഈക്വൽ ടു ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ്. ഈ രണ്ട് വാല്യൂസും അറിയാമെങ്കിൽ നമുക്ക് അത് തമ്മിൽ കുറച്ച് കണ്ടുപിടിക്കാമല്ലോ. അപ്പൊ കിട്ടുന്ന ഈ സെൽ എങ്ങനെയായിരിക്കണം? പോസിറ്റീവ് ആണെങ്കിൽ മാത്രമേ ആ സെൽ റിയാക്ഷൻ നടക്കുകയുള്ളൂ. ഇനി നെഗറ്റീവ് വാല്യൂ കിട്ടുന്നെങ്കിൽ സെൽ റിയാക്ഷൻ നടക്കില്ല. അപ്പൊ അത് നമുക്ക് ഇതിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എങ്ങനെയാ അറിയുന്നത്? നമുക്ക് വാല്യൂ ഓൾറെഡി തന്നിട്ടില്ലേ? സിങ്കും കോപ്പറും. സിങ്കിന്റെ വാല്യൂ എത്രയാണ് തന്നിരിക്കുന്നത്? ഇത് നമ്മുടെ സിങ്ക് മൈനസ് 0.76 ആണ്. കോപ്പറിന്റെ എത്രയാണ് തന്നിരിക്കുന്നത്? 0.34. അങ്ങനെയാണ് ഡാനിയൽ സെല്ലിന്റെ ഈ സെല്ല് നമുക്ക് കണ്ടുപിടിച്ചുകൂടെ? ഈ സെല്ല് ഈസ് ഈക്വൽ ടു ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ് ആണ്. സിങ്കും കോപ്പറും നോക്കുമ്പോൾ കോപ്പറാണ് കാഥോഡ് എന്ന് നമുക്കറിയാം. കാരണം കോപ്പറിനാണ് നമ്മുടെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതൽ. അപ്പൊ ഈ കോപ്പർ എന്ന് പറയുമ്പോൾ കോപ്പറിന്റെ വാല്യൂ 0.34 മൈനസ് ഇനി സിങ്കിന്റെ വാല്യൂ എത്രയാ? മൈനസ് 0.76. അപ്പോൾ ഈ കാഥോഡ് മൈനസ് ഈ ആനോഡിന്റെ ഒരു മൈനസ് ഉണ്ട്, അത് കൂടാതെ ഒരു മൈനസും കൂടി ഉണ്ട്, മൈനസ് 0.76. അപ്പൊ രണ്ട് മൈനസ് വരുമ്പോൾ രണ്ടും കൂടി പ്ലസ് ആവും. അപ്പോൾ 0.34 പ്ലസ് 0.76 1.1 മറ്റോ കിട്ടുന്നത് 1 സംതിങ് ആണ് നമുക്ക് കിട്ടുന്ന വാല്യൂ. പോസിറ്റീവ് വാല്യൂ ആണല്ലേ. അപ്പോൾ ആ ഒരു റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആണ്, അല്ലെങ്കിൽ ഈ ഒരു സെല്ല് നടക്കും നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഒരു ഇലക്ട്രോ കെമിക്കൽ സീരീസ് ഇങ്ങനെ തന്നാൽ നമുക്ക് ആനോഡ് ആരാണ് കാഥോഡ് ആരാണെന്ന് കണ്ടുപിടിക്കാം, ആരെയാണ് റീപ്ലേസ് ചെയ്യുന്നതെന്ന് ഡിസ്പ്ലേസ് ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കാം. എപ്പോഴും ഇലക്ട്രോ കെമിക്കൽ സീരീസിൽ മുകളിലുള്ളവർ, അതായത് ഈ പൊട്ടൻഷ്യൽ കുറഞ്ഞവർ കേട്ടോ. നിങ്ങൾ മുകളിലുള്ളവരെന്ന് പറയുമ്പോൾ ഈ ഒരു റിഡക്ഷൻ പൊട്ടൻഷ്യലാണ് നോക്കേണ്ടത്. അത് ചിലപ്പോൾ നേരെ തരും, ചിലപ്പോൾ തല തിരിച്ചു തരും. നിങ്ങൾ അത് നോക്കി കൺഫ്യൂഷൻ ആവരുത്. നെഗറ്റീവ് വാല്യൂ ഉള്ളവർക്ക് എപ്പോഴും വാല്യൂ കുറവായിരിക്കുമല്ലോ. അപ്പൊ അവർക്കായിരിക്കും എപ്പോഴും മറ്റുള്ളവരെ ഡിസ്പ്ലേസ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടുതൽ. അതുപോലെ ഒരു ഈ സെല്ല് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ് അല്ലെങ്കിൽ സെല്ലിന്റെ EMF കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഈ ഒരു ഇലക്ട്രോ കെമിക്കൽ സീരീസ് ഉപയോഗിക്കാം. അത് ഉപയോഗിച്ച് എങ്ങനെയാണ് കാണുന്നത്? ഈ സെൽ ഈസ് ഈക്വൽ ടു ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ്. വാല്യൂ എല്ലാം നമുക്ക് തന്നിട്ടുണ്ടാവും, വാല്യൂ ഒന്നും കാണാപ്പാടം പഠിക്കണ്ട. കിട്ടുന്ന വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ ആ സെല്ല് പോസിബിൾ ആണ്, നെഗറ്റീവ് ആണെങ്കിൽ ആ സെല്ല് പോസിറ്റീവ് അല്ല, പോസിബിൾ അല്ല. അപ്പോൾ EMF ഓഫ് സെല്ല് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കാം, ആനോഡും കാഥോഡും കണ്ടുപിടിക്കാൻ ഉപയോഗിക്കാം. ഇതൊക്കെയാണ് നമ്മുടെ ഇലക്ട്രോ കെമിക്കൽ സീരീസിന്റെ മെച്ചം. ഇനി ഈ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഇലക്ട്രോ കെമിക്കൽ സീരീസ് നിങ്ങൾക്ക് പഠിക്കണം നിർബന്ധമുണ്ട്. ഇത് മുഴുവനും കാണാപ്പാടം പഠിക്കാൻ ഒരു രക്ഷയില്ലെങ്കിൽ അതിനുള്ളൊരു കോഡാണ് ഈ കൊടുത്തിരിക്കുന്നത്. പൊട്ടാസ്യം കാൽഷ്യം ഇതാണ് ഓർഡർ. ഇവിടെ തൊട്ടങ്ങ് തുടങ്ങി ഇവിടെ ഗോൾഡ് വരെയുണ്ട്, പൊട്ടാസ്യത്തിൽ തുടങ്ങി ഗോൾഡ് വരെയുണ്ട്. അപ്പൊ മെയിൻ ആയിട്ടുള്ള മെറ്റൽസ് ഇത്രയാണ് കേട്ടോ. ഇത്ര അറിയാമെങ്കിൽ നമുക്ക് അത്യാവശ്യം കോമൺ ആയിട്ടുള്ള മെറ്റൽസിന്റെ ഒക്കെ ഒരു ഡിസ്പ്ലേസ്മെന്റ് കപ്പാസിറ്റി ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ആദ്യം പൊട്ടാസ്യം കാൽഷ്യം സോഡിയം മഗ്നീഷ്യം. അപ്പൊ കോഡ് ഉണ്ടാക്കിയിരിക്കുന്നത് ആദ്യത്തെ മലയാളത്തിലുള്ള ആദ്യത്തെ ലെറ്റർ വെച്ചിട്ടാണ്. പൊക്ക സോമ അസി അനി ടീലെ ഹൈക്കോ സി മേഘോ. പണ്ട് ഹൈസ്കൂളിൽ പഠിച്ചപ്പോൾ എനിക്ക് ടീച്ചർ പറഞ്ഞു തന്നൊരു കോഡാണ്. നിങ്ങൾ ഇനി ഈ കോഡ് പഠിക്കാൻ വേണ്ടി 2 ദിവസം എടുക്കുമെങ്കിൽ ഈ കോഡ് പഠിക്കണം എന്നില്ല. കാരണം ഇത് ബേസ് ചെയ്ത് അങ്ങനെ അധികം ക്വസ്റ്റ്യൻസ് എക്സാമിന് കണ്ടിട്ടില്ല. ഇനി എങ്ങാനും ക്വസ്റ്റ്യൻസ് വന്നാലോ ഫുൾ മാർക്ക് പോയാലോ എന്ന് നിങ്ങൾക്ക് സംശയം തോന്നുന്നുണ്ടെങ്കിൽ പഠിക്കാം. പിന്നെ ഇത് ഇങ്ങനെ ഇരുന്ന് കാണാപ്പാടം പഠിക്കേണ്ട, ജസ്റ്റ് ഇത് പറഞ്ഞുകൊണ്ട് നടക്കാം. ഒരു 2 ദിവസം പറഞ്ഞുകൊണ്ട് നടന്നു കഴിയുമ്പോൾ നമുക്കത് ഓർമ്മ നിൽക്കും. ഹൈസ്കൂളിൽ പഠിപ്പിച്ചത് ഞാൻ ഓർത്തിരിക്കുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഇതാണ് ഓർഡർ. പൊക്ക സോമ അസി അനി ടീലെ ഹൈക്കോ സി മേഘോ. പൊട്ടാസ്യം കാൽഷ്യം സോഡിയം മഗ്നീഷ്യം. ഇനി അസി അനിയിലെ ആദ്യത്തെ ആ അലുമിനിയം ആണ്, രണ്ടാമത്തെ ആണ് അയൺ. പിന്നെ അതൊന്നും കുഴപ്പമില്ല. ഇവിടെ ഹൈഡ്രജൻ വരുന്നുണ്ട്, ഹൈഡ്രജന്റെ 0 ആണെന്ന് നമുക്കറിയാം. ഹൈഡ്രജൻ കഴിഞ്ഞാണ് ബാക്കി ഹൈക്കോ സി മേഘോ, കോപ്പർ സിൽവർ മെർക്കുറി ഗോൾഡ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഓർഡർ. അപ്പൊ ഈ ഒരു ഒറ്റ ഓർഡർ അറിയാമെങ്കിൽ ആരെ ഡിസ്പ്ലേസ് ചെയ്യും, അല്ലെങ്കിൽ ആനോഡാവും ആര് കാഥോഡാവും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇപ്പൊ നമ്മൾ റെഫറൻസ് ഇലക്ട്രോഡിലൊക്കെ ഹൈഡ്രജനുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ ആരാണ് ആനോഡാവുന്നത്, ആരാണ് കാഥോഡാവുന്നത്, ഇത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് സിമ്പിൾ ആയിട്ട് ഇലക്ട്രോ കെമിക്കൽ സീരീസിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇലക്ട്രോ കെമിക്കൽ സീരീസ് അറിയില്ലെങ്കിൽ നമുക്ക് അത്തരം കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടല്ലേ. മെറ്റൽസിന്റെ ഓർഡർ മുഴുവനും അല്ലാതെ ഏത് മെറ്റൽ ഇപ്പൊ ഹൈഡ്രജനുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ ഏത് മെറ്റലാണ് ഓക്സിഡേഷൻ ഏതിനാണ് റിഡക്ഷൻ എന്നുള്ളത് നമുക്ക് കാണാതെ പഠിക്കുന്നതിന് ഒരു പരിധി ഉണ്ടല്ലോ. അപ്പോൾ ഇലക്ട്രോ കെമിക്കൽ സീരീസ് ഉപയോഗിച്ച് നമുക്കിത് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. മനസ്സിലായെന്ന് കരുതുന്നു. ഇലക്ട്രോ കെമിക്കൽ സീരീസ് എന്താണ്? ഇലക്ട്രോഡിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ബേസ് ചെയ്ത് ഇൻക്രീസിംഗ് ഓർഡറിൽ മെറ്റൽസിനെ അറേഞ്ച് ചെയ്യുന്നതിനാണ് ഇലക്ട്രോ കെമിക്കൽ സീരീസ് എന്ന് പറയുന്നത്. അത് ഉപയോഗിച്ച് ആനോഡ് കാഥോഡ് റിയാക്ഷൻ നടക്കുവോ അല്ലെങ്കിൽ ഏത് മെറ്റൽ ഏതിനെയാണ് ഡിസ്പ്ലേസ് ചെയ്യുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു.